സംസ്ഥാനത്ത് തെരുവ് നായകളുടെ കടിയേറ്റുള്ള മരണം തുടർക്കഥയാകുമ്പോഴും അനങ്ങാപ്പാറ നയം തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ചയിൽ പൊലിയുന്നതാകട്ടെ സാധാരണ ജനത്തിന്റെ ജീവിതവും. 6 ജില്ലകളിൽ ഒരു നായയെ പോലും കഴിഞ്ഞ ഒരു വർഷക്കാലം വന്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക്. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 7 പേർക്കാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക് ഏറ്റിട്ടുള്ളത്. അതിൽ 2 പേരുടെ മുഖത്ത് വലിയ രീതിയിലുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് കൊല്ലത്തും കുഞ്ഞുങ്ങളടക്കം 11 പേരെ നായ കടിക്കുന്ന സാഹചര്യം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുത്തിട്ട് പോലും മരണങ്ങൾ സംഭവിക്കുന്നു എന്നത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു അനങ്ങാപ്പാറ നയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ദേവിക, അത് തന്നെയാണ്. കാരണം സാധാരണ മനുഷ്യരുടെ ജീവനാണ്, അവരുടെ ജീവനും സ്വത്തിനും അവകാശം പറയേണ്ട, അല്ലെങ്കിൽ അത് ആധികാരികത നൽകേണ്ട സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു പിടിപ്പുകേട് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ 7-ലധികം പേർക്ക് പേവിഷബാധ ഏൽക്കുന്നത്, നായയുടെ കടി ഏൽക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഒരു കുഞ്ഞ് 7 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ആ കുഞ്ഞിന്റെ അമ്മ വളരെ വൈകാരികമായൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാലിന്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ തെരുവുനായകൾ പെരുകാനുള്ള കാരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ സർക്കാർ കൃത്യമായി ഇടപെടണം എന്നുള്ളതാണ്. കൂടാതെ തന്നെയാണ് ഈ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ പലരും വാക്സിൻ എടുത്തിട്ടും ഈ നായയുടെ കടിയേറ്റതിന് ശേഷം അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയും ജീവൻ നഷ്ടമാകുന്നു, പേവിഷബാധ ഏൽക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വന്ധ്യംകരിക്കൽ അടക്കമുള്ള നായകളെ വന്ധ്യംകരിക്കുന്നതും ഒപ്പം തന്നെ നായകൾക്ക് വാക്സിൻ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള കണക്കുകൾ വരുന്നത്. കഴിഞ്ഞ 6 ജില്ലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 6 ജില്ലകളിൽ ഒരു നായയെ പോലും വന്ധ്യംകരിച്ചിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് മൃഗസംരക്ഷണ വകുപ്പ് തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഒരു നായയെ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വന്ധ്യംകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നഗരസഭയും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃത്യമായി ഇടപെടൽ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. തെരുവ് നായകളെ പിടികൂടി അതിനെ വന്ധ്യംകരിച്ച് പുറത്തേക്ക് വിടേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിനെ പിടികൂടി പിടികൂടുന്ന സമയത്ത് തന്നെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ഈ നഗരസഭ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ എടുത്തത് അല്ലെങ്കിൽ വന്ധ്യംകരണം നടത്തിയിട്ടുള്ള ജില്ല പാലക്കാട് ജില്ലയാണ് എന്നുള്ളതാണ്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ സ്വാഭാവികമായും ഈ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെയാണ് ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 വർഷത്തിൽ വന്ധ്യംകരിച്ച നായകളുടെ എണ്ണം 15,767 ആണ്. അതിൽ ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് 1,106 നായകളെയാണ് വന്ധ്യകരിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 3,761 നായകളെ വന്ധ്യകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ജില്ലകളിലൊക്കെയാണ്. പക്ഷേ ഏറ്റവും കുറവുള്ളത് ഇടുക്കി അടക്കമുള്ള ജില്ലകളിലാണ്. ഇടുക്കി ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, ഒപ്പം തന്നെ മലപ്പുറം, വയനാട്, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലും ഒരു നായയെ പോലും വന്ധ്യകരിച്ചിട്ടില്ല എന്ന് ഈ കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ 2024-25 പേവിഷ കുത്തിവയ്പ് എടുത്തത് 88,744 നായകൾക്കാണ്. അതിൽ 88,744 പേർക്കാണ്. അതിലും കണക്കുകൾ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, സർക്കാർ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കുന്നത്. ഈ തെരുവുനായ ആക്രമണം പെരുകുന്ന സമയത്തും ഇത്തരത്തിലുള്ള വിശദീകരണമാണ് സർക്കാർ തലത്തിൽ നിന്നും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വകുപ്പ് തന്നെ ഉറപ്പുവരുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഈ തെരുവുനായ ശല്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. റോഡ് സൈഡിലൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നിടത്ത് തെരുവുനായകളുടെ എണ്ണം പെരുകുന്ന സാഹചര്യം
സാഹചര്യമുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ അടക്കം പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടൽ അക്കാര്യത്തിൽ പോലും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ സ്കൂൾ തുറക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആപത്തിലേക്കും വിപത്തിലേക്കും ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ വാക്സിൻ എടുത്തവർക്ക് പോലും ഈ പേവിഷബാധ ഏൽക്കുന്നു എന്നൊരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥ തുടരുകയും ചെയ്യുന്നത്. ശാലിനി, പക്ഷേ എന്തുകൊണ്ടാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം പറയുന്നുണ്ടോ? കാരണം വന്ധ്യംകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തേക്ക് ഒരു നായയെ പോലും വന്ധ്യീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ. അത് എന്തുകൊണ്ടാണ് എന്ന വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? ദേവിക, ഔദ്യോഗികമായി ഈ കണക്കുകളിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, തലസ്ഥാന ജില്ലയടക്കം പരിശോധിക്കുകയാണെങ്കിൽ ഈ വന്ധ്യംകരണം നടത്തേണ്ട സെന്ററുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. പല സെന്ററുകളും അടച്ചുപൂട്ടി കിടക്കുന്ന സാഹചര്യങ്ങൾ, സൗകര്യക്കുറവ്, പരിമിതികളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. തെരുവുനായകളെ പിടികൂടുന്നതിൽ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിന് വൈദഗ്ധ്യം നേടിയ ആളുകളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെ ആകാം ഒരു പക്ഷേ ഈ എണ്ണത്തിൽ കുറവുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ആ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് തെരുവുനായകളെ പിടികൂടി അതിനെ വന്ധ്യംകരിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ളവർ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി വ്യക്തമാക്കുമ്പോഴും കാര്യമായ ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും സംസ്ഥാനത്തെ ഏത് ജില്ലകളിൽ തിരിഞ്ഞാലും ആൾക്കൂട്ടം ഉള്ളിടത്തോ ഇല്ലാത്തടത്തോ എവിടെ ചെന്നാലും തെരുവുനായകളുടെ എണ്ണം ഗണ്യമായി പെരുകുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വന്ധ്യീകരണം അടക്കമുള്ള നടപടികൾ മെല്ലെപ്പോക്ക് തുടരുന്നത് തന്നെയാണ് അതിന്റെ കാരണമെന്നുള്ളത്. അത് തന്നെയാണ് ഈ തെരുവുനായ ആക്രമണങ്ങൾക്കും പേവിഷബാധ മരണങ്ങൾക്കും പേവിഷബാധ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കും ഇടയുണ്ടാക്കുന്നത്. എന്തായാലും അതിലൊരു നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിലെങ്കിലും സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദേവിക.